Good morning, Dada. Good morning. Good morning. Good morning. Good morning. സുഖമായിട്ട് അങ്ങാണോ? Good morning, Dada. Good morning. Good morning. Good morning. Good morning. Good morning. Come on. Come on. Good morning. What? Oh, 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 oh. Nikki, va. Go. Gorilla, ഇവിടെ ചിക്കോ നോ ഗുഡ് മോർണിംഗ് എവ്രിവൺ. സോ കുറെ പേരെ പറയണം നമ്മുടെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യ് അങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ വിചാരിച്ചു ആഫ്റ്റർ എ ലോങ് ടൈം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന്. ആക്ച്വലി ഈ കാണുന്ന ഞാനില്ലേ, ഇതല്ല ശരിക്കുള്ള മോർണിംഗിലത്തെ ഞാൻ. ബിക്കോസ് മോർണിംഗ് ഞാനൊരു എണീറ്റ് കഴിഞ്ഞൊരു ഹാഫ് ആൻ അവറോളം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് വരെയെങ്കിലും ഞാൻ ഭയങ്കര മൂഡി ആൻഡ് ഗ്ലൂമിയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് എൻ്റെ അടുത്ത് ആരെങ്കിലും സംസാരിക്കാൻ വന്നാലോ എന്നെ ആരെങ്കിലും വിളിച്ചാലോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ആരും എൻ്റെ അടുത്ത് അങ്ങനെ ഏർലി മോർണിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ കോൾ ചെയ്യില്ല. ആൻഡ് ദെൻ അൺടിൽ ഇറ്റ്സ് എൻ എമർജൻസി. പിന്നെന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ കാലത്ത് എണീറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആക്കുന്ന ടോക്സ് ഉണ്ടാവില്ല, ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സോ ബാക്ക് ടു ദ ടോപ്പിക്. ഞാൻ വിചാരിച്ചു കുറെ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞു തുടങ്ങിയിട്ടും. സോ ഐ തോട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഞാനിപ്പോൾ എണീറ്റ് വന്നോളൂ. എൻ്റെ മുഖത്ത് കാണുന്ന ഈ സാധനം ഒന്നും മൈൻഡ് ആക്കണ്ട. അതെന്ന് പറയുന്നത് കുരുക്കളുടെ പാടുകൾ പോകാനും കുരു പോകാനുള്ള ഓയിൻമെന്റ് ഞാൻ അവിടെ സ്പോട്ട് കറക്ഷന് വേണ്ടിയിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ മോർണിംഗ് എണീറ്റു, ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല, മുഖം കഴുകിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ദാദിന് മാത്രം ഞാനൊന്ന് പുറത്ത് വിട്ടായിരുന്നു. ഷി വെന്റ് ടു സൂസു. അപ്പൊ ഞാൻ പുറത്ത് വിട്ടായിരുന്നു അവളെന്നെ. ഇപ്പൊ തന്നെ അവിടെ ഒരു കുട്ടി മഴ പെയ്തിട്ട് പോയി. ബട്ട് നല്ല രസമുണ്ട്. ബിക്കോസ് മഴയൊക്കെ പെയ്ത് ടെറസിലൊക്കെ നിറച്ചിങ്ങനെ പൂപ്പലൊക്കെ ഇല്ല, അത് പിടിച്ച് കിടക്കുന്ന നല്ല രസമുണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് മോർണിംഗ് എണീറ്റിട്ട് ഒരു കൗള് വെള്ളം കുടിക്കാം. ബിക്കോസ് എന്നാൽ മാത്രമേ എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് എനർജറ്റിക് ആയിട്ട് എണീറ്റ് നോടാൻ പറ്റുള്ളൂ. സോ കുറച്ച് വെള്ളം കുടിക്കാം നമുക്ക്. വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ആരും ചോദിക്കണ്ട. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ എൻ്റെ ബെഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യണം, പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ബ്രഷിങ് എനിക്കൊരു ചായ ആൻഡ് കാപ്പീസ് മസ്റ്റ്. അത് അയ്യേന്ന് നിങ്ങളാരും പറയണ്ട, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഒരാളാണ് ഞാനും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് പറയാം. ആൻഡ് എൻ്റെ വൺ മോർ റിക്വസ്റ്റ് ആണ്, ഞാൻ എപ്പോഴും വീഡിയോ എൻഡിലാണ് പറയാറുള്ളത്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ വീഡിയോ കാണുന്ന അധികം ആൾക്കാരൊന്നും നമ്മുടെ ചാനൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ ലൈക്ക് ചെയ്തൊന്നും കാണുന്നില്ല. നോട്ട് സബ്സ്ക്രൈബഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നത്. പക്ഷേ ബട്ട് വൈ ഞാൻ ചോദിച്ചു പോകുകയാണ്. ബട്ട് വൈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തും കൂടി പറയാന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു സപ്പോർട്ടാവും. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പെയ്ഡ്. നോ, നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടത് വീടിന്റെ ടെറസിലൊക്കെ നിറച്ച് വെള്ളമാണ്. തോട്ടിൽ അവിടെ വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ട് ഓൾറെഡി.
ഇങ്ങനെയാണ് ഇപ്പോൾ വീടിൻ്റെ സിറ്റുവേഷൻ അല്ല വീടിൻ്റെ ടെറസിൻ്റെ സിറ്റുവേഷൻ. കുറച്ച് നേരം കഴിഞ്ഞാൽ ഉണങ്ങും കേട്ടോ. ഒന്ന് ചെറുതായിട്ട് മഴ ഒന്ന് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങും. സോ മിൽമ ഇസ് ബാക്ക്. സോ നമുക്ക് നമ്മുടെ കോഫി ഉണ്ടാക്കാം. ആക്ച്വലി ഞാൻ കോഫി അല്ല ഉണ്ടാക്കുന്നത്. കോഫിക്ക് പകരം പാലും മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് ബെറ്റർ ബിക്കോസ് ഞാൻ എൻ്റെ കോഫി ആൻഡ് ടീ അഡിക്ഷൻ ഐ ജസ്റ്റ് ട്രൈങ് ടു കൺട്രോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കാം വിത്തൗട്ട് ഷുഗർ. ഷുഗർ കട്ടിയായി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വോണ്ട് എ ഷുഗർ കട്ട് ഡയറ്റ്. അപ്പോൾ നമുക്ക് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടുന്നുണ്ടാക്കാം. അങ്ങനെ ഞാൻ എന്താ അവിടെ നമ്മുടെ ഒരു ഗ്ലാസ് പാലും ടാബ് എടുത്തോടെ വന്നിരിപ്പുണ്ട്. പാൽ ഇവിടെ താഴെ അടയ്ക്കാം, നമുക്ക് തട്ടിക്കളയില്ലെങ്കിൽ. ഇത് കുടിച്ചോണ്ട് ഇരുന്ന് ഞാൻ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ചെക്ക് ചെയ്യും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയല്ല. കാലത്ത് എണീറ്റ് ഞാൻ എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ചെക്ക് ചെയ്താലേ ഒരു മനസ്സമാധാനമുള്ളൂ. എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് സപ്പ് അങ്ങനെ കാര്യമായിട്ട് കയറണില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ ഇത് നോക്കിയിരുന്നുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത വീഡിയോ കണ്ടൻസ് അല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്ന് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മളിനി ഈ പാല് കുടിച്ച് തീർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സംടൈംസ് മോസ്റ്റ് ഓഫ് ദി ഡേ ഒന്നെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്യും. അതെന്തായാലും കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ആ ഫോണിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരാം. ഞാൻ ബ്രഷ് ചെയ്യാൻ ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകാം. ഒക്കെ ഉണ്ടാവും ബിക്കോസ് ഞാൻ ബാത്റൂമിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബ്രഷ് ചെയ്യാം നമുക്ക്. ഇത് കഴിഞ്ഞു തുടങ്ങി. ബട്ട് സ്റ്റിൽ നമുക്ക് മലയാളികളുടെ തനി സ്വഭാവം കാണിച്ചില്ലേ പറ്റും. കഴിയുന്നവരെ വലിച്ച് പറിച്ചെടുക്കണം. സോ കോൾഗേറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഞാനിത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഞാൻ ഈ ഒരു ഫേസ് വാഷാണ് കുറേ നാളുകളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നൊരു സംഭവം. ഇപ്പോൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. വലിയ വെള്ളത്തിൽ കാണാനൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് ഞാൻ ഇന്നലെ രാത്രി ആണ് കുളിച്ചിട്ട് കിടന്നുറങ്ങിയത്. രാത്രി 11 നേരത്തെ ഞാൻ കുളിച്ചിട്ട് കിടന്നുറങ്ങിയത്. ബിക്കോസ് ഇന്നലെ രാത്രിയാണ് ഞാൻ ചിക്കുനെ കുളിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. സോ വലിയ കാര്യമായിട്ടുള്ള ചെറിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഓയിൽമെൻറ്റ് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് അതുണ്ടാവും. സോ നമുക്ക് ഈ സമയത്ത് ദോഷമില്ലേ. എന്റെ ഡാഡു ഉറങ്ങണ കണ്ടോ ഗൈസ്. ഡാഡു ഡാഡു അവൾക്ക് ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല ഗൈസ്. അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് നന്നായിട്ട് തുടയ്ക്കാം. അതിനുശേഷം ലിപ് ബാം ഇട്ട് കൊടുക്കുക. ബിക്കോസ് മൈ ലിപ്സ് ആർ ഓൾറെഡി ഡ്രൈ ആൻഡ് പിഗ്മെൻറ്റഡ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ബേബി ലിപ്സിൻ്റെ ലിപ് ബാമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫോക്കസ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മെയ്ബിലിൻ്റെ ബേബി ലിപ്സിൻ്റെ ലിപ് ബാമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ഫേസിലോട്ട് ഇടുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ ഈ ടീഷർട്ട് മാറിയില്ലോന്ന്. യെസ് ഗൈസ്, ഞാൻ ടീഷർട്ട് മാറിയിട്ടുണ്ട്. വീഡിയോയ്ക്കില്ലേ ഒരു രസം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ടീഷർട്ട് മാറി. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ടീഷർട്ട്സ്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിൽ വരുന്ന ഒരു ഓയിൻമെൻ്റ് ആണ്. അസിഡം 10% ക്രീം. അസിലിക് ആസിഡിൻ്റെ 10% ക്രീമാണിത്. ഇതാണ് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് പർപ്പസിൽ ഡേ ടൈം യൂസ് ചെയ്യുന്ന ഒരു ക്രീം.
സംടൈംസ് നൈറ്റ് ഞാൻ യൂസ് ചെയ്യും. 10% ആണിത്. ഇത് തീർന്നു ആക്ച്വലി. ഇന്നലെ നൈറ്റ് ഞാനിരുന്ന് കുത്തിപ്പിഴിഞ്ഞെടുത്തതാണ്. ഇതിൽ നിന്ന് വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. കുറച്ചീശെ വരുന്നുണ്ട്. വന്നാൽ നമുക്ക് ഇത് ഇടാം, അതർവൈസ് നമ്മളത് സ്കിപ്പ് ചെയ്യും. ഓക്കെ, വന്നിട്ടുണ്ട്. കുറച്ച് മതി. നമുക്ക് ഭയങ്കര പീസൈസ്ഡ് എന്നൊക്കെ പറയില്ലേ, അത്രയും മതിയാവും കേട്ടോ. അത് കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് മതി. അതൊന്ന് അണ്ടർ ഐയുടെ ഭാഗത്തൊന്നും ഇടരുത്. അതൊന്ന് ഓൾ ഓവർ ദ ഫേസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. കണ്ണിൻ്റെ ചോട്ടിലോട്ടൊന്നും ആവരുത് കേട്ടത്. ഇത് നമ്മൾ ഓൾ ഓവർ ദ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്കിത് അത്യാവശ്യം വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫംഗൽ ആക്നെ വന്ന സമയത്ത് ആദ്യം കുരുക്കൾ കൺട്രോൾ ചെയ്യാനുള്ള ക്രീം തന്നിട്ട് പിന്നെ പാടുകൾ പോകാനായിട്ട് വേറെ 2 ക്രീംസ് തരാണ് ചെയ്തത്. ഫോർ മീ ഇറ്റ് വർക്ക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുകൾ കുറയുന്നത് നല്ല രീതിയിൽ വിസിബിൾ ആവുന്നുണ്ട്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്കിൻ കെയർ വിൽ ടേക്ക് ടൈം. നല്ല ക്ഷമ വേണം. അതുകൊണ്ട് തന്നെ സമയമെടുക്കും, പക്ഷെ ഇറ്റ് വർക്ക്സ്. അങ്ങനെ വേണം പറയാനായിട്ട്. ചൂടെടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹെയർ ഇങ്ങനെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ കോംബ് ചെയ്യുക. ഇപ്പോൾ ടൈം ഏകദേശം എക്സാക്ട്ലി 10:09 ആയിട്ടുണ്ട്. സോ നമുക്കിനി പോയിട്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല, അത് നല്ലൊരു ഹാബിറ്റാണെന്ന് ഞാൻ പറയണമില്ല. സോ അപ്പോൾ ഇനി പോയിട്ട് നമുക്കിനി ഉച്ചക്കത്തേക്കുള്ളത് വലുതും ഉണ്ടാക്കണം. ചോറും വെക്കണം, കറിയും വെക്കണം. അപ്പോൾ അതെന്തെങ്കിലും പോയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അഗെയിൻ ബാക്ക് ടു അടുക്കള, ബാക്ക് ടു ദ പണീസ്. ഡൺ. ഇങ്ങനെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ ചൂടില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുക്കളയ്ക്ക് പോയാലോ. അടുക്കളയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് സുഗന്ധം വമിക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഇതിൽ കഴിഞ്ഞു. ആക്ച്വലി ഇതിൽ കുറച്ച് ഓയിലാണ്. ഭയങ്കര സ്മെല്ലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ്. ഐ ലവ് ഇറ്റ്. ഭയങ്കര രസമാണ്. അതായത് ഇത് ദിയോറിൻ്റെ എലിക്സർ എന്ന് പറഞ്ഞാൽ പെർഫ്യൂമിൻ്റെ ഇതാണ്, ഓയിലാണിത്. ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ്. ലൈക്ക് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണിത്. പെർഫ്യൂം കഴിഞ്ഞ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓയിൽ മാത്രമേ ഉള്ളൂ. ഒരു ഡേ നമുക്ക് പ്രസൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, ആരംഭിക്കലാമ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുത്ത് പറയുകയാണ്, ഇന്നത്തെ ദിവസം വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാനുണ്ടാവില്ല. അടുക്കള, ചോറ് വയ്ക്കൽ, കറി. ഇന്ന് സൺഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ വൈകിട്ട് പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും. അതൊക്കെ തന്നെ കാണിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. നോട്ട് ബിഗ് തിങ്സ്, ബട്ട് സ്റ്റിൽ ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഞാനിവിടെ കാലത്ത് എണീറ്റിട്ടുണ്ട്. ചോറ് വയ്ക്കാനായിട്ടുള്ള വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വേണ്ട, ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്. ആ തിളപ്പിക്കാൻ വെക്കാം. ബൈ ദ ടൈം നമുക്ക് അരി കഴുകിയിട്ട് വരാം. ഇവിടെ അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. നമുക്കിത് ഇനി അടച്ചു വെക്കാം. ഇത് പൊന്നിരി ഉണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി നമുക്ക് കറിക്കായിട്ട് ഇവിടെ പയറുണ്ട്. പയർ നന്നാക്കണം. പയർ നന്നാക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ ഫുള്ള് കാണിച്ച് നിങ്ങളെ ലാഗ് അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഷോർട്ട് പാർട്സ് ആയിട്ട് കാണിക്കുന്നത്. ബാക്കി ഫുൾ ടൈം ഇരുന്ന് കാണിക്കാൻ മാത്രം ഒന്നുമില്ല. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്നെ വർത്തരം കിട്ട് ബോറടിക്കും. അതിനായിട്ട് ബെറ്റർ ഞാൻ ഓരോരോ പാർട്സ് ആയിട്ട് കാണിക്കും. ഇതാ ഈ പയർ നന്നാക്കിയിട്ട് വരാം ഗൈസ്. അത്രയും പയർ നന്നാക്കിയിട്ട് കിട്ടിയത്. ഇത്രയാണ് ഗൈസ്, ഇത്രയും പയറാണ് കിട്ടിയത്. ഇനി ഇത് പോയി കറി വെച്ചിട്ട് വരാം. ചോറും കറികളും ഒക്കെ അടുപ്പത്തിട്ടു. ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പ് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ പ്ലേ ചെയ്തിടും. വീഡിയോസ് ആവട്ടെ, അല്ലെങ്കിൽ സോങ്സ് എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തിടും. അപ്പം ഞാൻ ഇന്ന് പ്ലേ ചെയ്തിട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാർത്തിക് സൂര്യയുടെ അൺലീഷ്ഡ് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് ഇല്ലേ,
അത് ഞാൻ പ്ലേ ചെയ്തിട്ട് കണ്ടായിരുന്നു. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ, കാർത്തിക്കിന്റെ എല്ലാ വീഡിയോസും കാണുന്നതിന്റെ ഒപ്പം തന്നെ പോഡ്കാസ്റ്റ് മെയിൻ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പോഡ്കാസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കിയിട്ടിട്ട് ഞാൻ പണിയെടുക്കുന്നത്. നമുക്ക് കേട്ടോണ്ടിരുന്നാൽ മതിയല്ലോ, കാണണ്ടല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് ഞാൻ കണ്ടത് ബിബിൻ ജോർജിന്റെ ഇന്റർവ്യൂ, അല്ലെങ്കിൽ നോട്ട് ഇൻ ഇന്റർവ്യൂ, അതിലവരെടുത്ത് പറയുന്നുണ്ട്, ഇന്റർവ്യൂ അല്ല അതെടുത്ത് പറയുന്നുണ്ട്, പോഡ്കാസ്റ്റ് ഞാൻ ഇന്ന് കണ്ടായിരുന്നു. കണ്ടു നോക്കും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഭയങ്കര ഇൻസ്പയറിങ് ആണ് ആള്. ഒരുപാട് കാര്യങ്ങൾ ആളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആള് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യമായിട്ട്. നല്ലൊരു ക്യാരക്ടർ അല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഓൺ സ്ക്രീൻ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ എനിക്ക് പേഴ്സണലി അറിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ കണ്ടിട്ടാണെങ്കിൽ പോലും ആ കാണുന്ന രീതിയിലാണെങ്കിൽ പോലും ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആള് സംസാരിക്കുന്ന രീതി, ഒരാളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതി, ഒരാളെ വെൽക്കം ചെയ്യുന്ന രീതി, ഒരാൾക്ക് റിപ്ലൈ കൊടുക്കുന്ന രീതി, അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളെപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആൻഡ് പ്ലസന്റ് ആണ്. ഐ ലൈക്ക് ഹിം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേഴ്സൺ എന്നൊരു കാറ്റഗറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് മോർണിംഗ് ഫോൺ തുറന്നിട്ട് യൂട്യൂബ് തുറന്നിട്ട് എൻ്റെ ഇത് കണ്ടപ്പോൾ, ലൈക്ക് കഴിഞ്ഞ ഇന്നലെ രാത്രി ഞാൻ കണ്ടത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാനായിട്ട് മുന്നേ ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങിയത് പുലർച്ചെ, രാത്രിയല്ല പുലർച്ചെ 2 മണി നേരത്തെ ഞാൻ കണ്ടേ നമ്മുടെ ഇതിൻ്റെ തരുൺമൂർത്തിയുടെ തുടരും മൂവിയുടെ ഡയറക്ടർ പ്രൊഡ്യൂസർ ആളുടെ ഇതാണ് പോഡ്കാസ്റ്റാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നലെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പുലർച്ചെ ഇരുന്ന് കേട്ടത്. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടത് ഈ ഒരു പോഡ്കാസ്റ്റാണ് ബിബിന്റെ. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിബിൻ ചേട്ടൻ്റെ വർത്താനം. എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാവരും വന്നിട്ടേ ഇങ്ങനെ ഒരു ചിരി ബമ്പർ ചിരിയില് എന്തുകൊണ്ടാണ് മഞ്ജു ചേച്ചി വഞ്ചിരുന്ന, ഞാനെങ്ങാനും പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിബിനെ പറയുള്ളൂ. ബിക്കോസ് എനിക്ക് ഇഷ്ടമാണ് ആളുടെ ഒരു ക്യാരക്ടർ, ഓരോരുത്തരോട് ബിഹേവ് ചെയ്യുന്നത് ലൈക്ക് ഭയങ്കര ജെന്യുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളൊരു ജെന്യുവിൻ അല്ലാന്നല്ല ഞാൻ പറയുന്നത്, ജെന്യുവിൻ തന്നെയാണ്. പക്ഷെ ആള് കുറച്ചുകൂടി എന്താ പറയാ, നമ്മുടെ വീട്ടിലൊക്കെയുള്ള ആളോട് സംസാരിക്കുന്ന ഒരു ഫീലിൽ സംസാരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മൈ ഒപ്പീനിയൻ. കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അഫ്കോഴ്സ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ കാർത്തിക് സൂര്യസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് യൂട്യൂബർ. ആളുടെ എനർജി ഒന്നും എനിക്ക് കിട്ടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആളെ പോലെ ഒരു വലിയൊരു വ്ളോഗർ ആവണം. പക്ഷേ ട്രാവൽ വ്ളോഗറാണ് എനിക്ക് ആവാനായിട്ട് താല്പര്യം. അത്രയും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രാവൽ വ്ളോഗർ മേ ബി ഇൻ ഫ്യൂച്ചർ നോക്കാം. അപ്പോൾ നമ്മുടെ പണികളും പരിപാടികളും കാര്യങ്ങളും ചോറുണ്ടാക്കി, കറി ഉണ്ടാക്കി. ഇനിയിപ്പോൾ അപ്പം വരണം. അതുവരെ ഞാൻ കുറച്ച് ഫ്രീ ആണ്. ആൻഡ് ഓൾസോ എന്താണെന്ന് കഫ് ഉണ്ട്. ഇന്ന് മോർണിംഗ് എണീറ്റപ്പോൾ ചെറിയ രീതിയിലൊരു കഫ് ഫീലിംഗ് ഉണ്ട്. ആരുണ്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അമ്മേനെ ഒന്ന് വിളിക്കണം. ഓൾറെഡി 12 o'clock ആവാറായി. 11:30 11:40 സംതിങ് എന്തോ ആയിട്ടുണ്ട്. അമ്മേനെ ഒന്ന് വിളിക്കണം. ഇനി അമ്മേനെ വിളിച്ചിട്ടേ ഇല്ല. ചിക്കോടെ ടപ്സിൽ എന്തോ കണ്ടിട്ട് കുരയ്ക്കുന്നുണ്ട്. സോ ലെറ്റ് മീ കോൾ അമ്മ. അമ്മേനെ വിളിക്കുന്നൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. നോക്കട്ടെ, ടാബിൽ എടുത്താലും അതിൻ്റെ അത്രയ്ക്കായിട്ട് ക്ലിയർ ആവില്ല. ലെറ്റ്സ് സീ. ആൻഡ് ഓൾസോ എനിക്ക് 2-3 കോൾസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വരാം. ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ കിടന്ന് നടക്കണ പിന്നാലെ പട്ടീനെ കണ്ടോ ഗേസ്? പിന്നാലെ പട്ടി. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, പക്ഷെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അപ്പം വന്നതിനുള്ള പാലാട്ടലാട്ടോ കാണണേ. അപ്പം വന്നതിന് ചിക്കു അപ്പം വന്ന അപ്പം വന്ന അപ്പം വന്ന അപ്പം വന്ന അപ്പം വന്ന ഡാഡു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 4:15 ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ബിറ്റ്വീൻ കുറച്ചേരം കിടന്നുറങ്ങി, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാനും ചിക്കും കൂടെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കയറി കിടന്നുറങ്ങി. അമ്മനെ വിളിച്ചായിരുന്നു. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അമ്മനെ വിളിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അമ്മനെ വിളിക്കുന്നതൊന്നും എടുക്കാൻ പറ്റൂല. അങ്ങനെ അപ്പോൾ ഇനി പള്ളിയിൽ പോകണം. ഇനി പള്ളിയിൽ പോയി വന്നിട്ടുള്ള ക്ലിപ്സ് എടുക്കാം കേട്ടോ, അതായിരിക്കും ബെറ്റർ. പള്ളിയിൽ പോകാൻ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഇനി ഓടി വന്ന് കുളിച്ച് വേഗം റെഡി ആയിട്ട് പോവാം. ഞാനിവിടെ ഓൾറെഡി കോഫി എടുത്ത് വെച്ചിട്ടുണ്ട്. കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പള്ളിയിൽ പോയി വന്നിട്ട് കാണാം. അപ്പോൾ ചിയേഴ്സ്. കുർബാനൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ അമ്മാമ്മ അടുത്ത് പോകാൻ വിചാരിച്ചു. അമ്മമ്മ അടുത്ത് പോയിട്ട് മുന്നായിട്ട് ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ബേക്കറി വന്നേക്കാണ്. ആണ് ബേക്കറി. നോക്കാം എന്തെങ്കിലും ഉണ്ടോന്ന്. ഇപ്പൊ ഞാൻ കാണിച്ച കടയിലെ പഴംപൊരി കിട്ടിയില്ല ഗൈസ്. സോ ഇവിടെ നിന്ന് പഴംപൊരി കിട്ടും നോക്കാം. ഇവിടെ നോക്കിയിട്ട് പഴംപൊരി ഒന്നും കാണാനൊന്നുമില്ല. പഴംപൊരി ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ
ഇല്ലെങ്കിലും നമുക്ക് ഉണ്ണിയപ്പായാലും മതിയായിരുന്നു. പക്ഷെ ഉണ്ണിയപ്പവും കാണാനില്ല എവിടെയൊന്നും. ഉണ്ണിയപ്പൊക്കെ കഴിഞ്ഞു. 2 ബേക്കറിയിലും കിട്ടിയില്ല. ഇന്ന് ഉണ്ണിയപ്പവും പഴംപൊരി ഒന്നും ഇല്ലാത്ത ദിവസമാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഉണ്ണിയപ്പും കിട്ടിയില്ല, പഴംപൊരിയും കിട്ടിയില്ല, ഒന്നും കിട്ടുന്നില്ല. ഒന്നും ഇല്ലാത്ത ദിവസമാന്ന് തോന്നുന്നുണ്ടെന്ന്. ആ കാണുന്ന കടയിൽ നിന്ന് കിട്ടുമെന്ന് നോക്കി നോക്കാം. കിട്ടാൻ ഭാഗ്യം. അവിടെ ഒരു ബേക്കറിയാണ് ഇങ്ങനെ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഫൈനലി നമുക്ക് ഉണ്ണിയപ്പം കിട്ടി ഗൈസ്. ഉണ്ണിയപ്പം കിട്ടി, പഴംപൊരി കിട്ടിയില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈനലി കിട്ടി ഗൈസ്, ഉണ്ണിയപ്പം കിട്ടി. ഗൈസ് എന്റെ ഡിഒബി പോയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്, എന്റെ അമ്മാമ്മയുടെ വീട്ടിലോട്ട്. പള്ളിയിൽ നിന്ന് കുർബാനയ്ക്കും കഴിഞ്ഞ് നേരെ പോകാം. അപ്പൊ 6:30 ആയി ഓൾറെഡി. ലെറ്റ്സ് ഗോ. അമ്മാമ്മയുടെ അടുത്തോട്ട് എത്തി ഗൈസ് ഞങ്ങൾ. ഇതാണ് സിംബാട്ടോ. സിംബനെ 2 ദിവസം മുന്നേ കാണാണ്ടായി. അമ്മാമ്മ അവിടെ ഇരുന്ന് എന്തോ കുർബാന കാണാൻ തോന്നുന്നുണ്ട്. സിംബ കുട്ടി, സിംബ പൊന്നെ. ഹായ് സിംബ, ഹായ് സിംബ. എന്നെ ഇഷ്ടമാണോ സിംബ? സിംബുഷ ഹായ് പറയൂ. ഹായ് ഗൈസ്, സിംബ കുട്ടി, ചേച്ചി സിംബ കുട്ടി, പൊന്നെ കുട്ടിശുപ്പന്നെ 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 കുട്ടിശുപ്പന്നെ. ഹായ് പറയോ, ഹായ് പറയോ, ഹായ് ഹായ് ഹായ്. ഫോൺ വിളിച്ചു. അറ്റൻഷൻ. അതെ, വീഡിയോ എടുക്കാൻ പോസ് ചെയ്യാണ്. റെഡി ആവട്ടെ ചൊറിഞ്ഞു കഴിഞ്ഞിട്ടെന്ന്. പേപ്പം വന്നതിനെ പോയി നിക്കണ നോക്കിയ ഒരാള്. കൂട്ടിലിട്ട സിംഹം. ആ അവള് കരഞ്ഞോണ്ടിരിക്കുക. ആ അതാ പോണു. എന്ത് ശിംബ പോയല്ലേ? പോയി. ഉണ്ണിയപ്പം നിന്ന പൂച്ച. രാജാവ് കേറിയിരുന്നു. ഈശോ അത്ര ഹൈറ്റിലില്ല. സിംബ ഗുഡ് ബോയ് സിംബ. അയ്യോ നോക്കി ഇത്ര ഹൈറ്റിരിക്ക. അവൻ നോക്കാം. എന്റെ പട്ടി മറ്റോനിരുന്ന് നോക്കണോ? എനിക്കിതൊന്നും വയ്യാന്ന്. അവൻ പോവാ. എന്നെ കൊണ്ടൊന്നും വയ്യാന്നൊന്നും കാണിക്കാന്ന്. അവൻ പോയി. നിരാശ. അതെ, അവൻ വലിയ ഹൈറ്റിലൊക്കെ ചാടുന്ന ആള്. എനിക്ക് സമ്മതിക്കാൻ എന്നെ കൊണ്ട് പറ്റണൊന്നുമില്ലാന്ന്. ദൈവമേ, ആ ഹൈറ്റിലോട്ട് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുത്തണേന്ന്. അത്ര ഹൈറ്റില് വെക്കല്ലേ. അവിടെ എന്തോ കിട്ടിണ്ട് 2 ആൾക്കും. പോട്ടെ മാമ, ടാറ്റാ. ഒക്കെ വീഡിയോ വിളിക്ക. അതെ, വണ്ട് തിന്നുന്നു. സത്യം, വണ്ടിരുന്ന് തിന്നണു ഗൈസ്. വൃത്തിയായിട്ട് മണം. അങ്ങനെ ഞാൻ എന്താ അവിടെ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടുണ്ടാവില്ല. രാത്രി ഫുഡ് ഇടിക്കണം, കിടന്നുറങ്ങണം, പിന്നെ ഇപ്പൊ എടുത്ത് വെച്ചിട്ടുള്ള ഈ വ്ലോഗ് എഡിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല. ഇത്ര തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. ഇത്ര തന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് തന്നെ ഡൗട്ടാണ്. അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, പ്ലീസ്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയ്ക്ക് എത്തിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ വേറൊരു ദിവസം വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാം. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഞാനത് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഓക്കെ ഗൈസ്, ബൈ, ടാറ്റ, ലവ് യു ഓൾ.